തീപിടുത്തം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിന് മുന്നിൽ കിടപ്പു സമരം സംഘടിപ്പിച്ചു. നിർമ്മാണത്തിലെ ഗുരുതര പിഴവുകളാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ റിപ്പോർട്ട്. മെയ് 2-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY കെട്ടിടത്തിന് ആദ്യം തീപിടിച്ചത്. അപകടം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ കെട്ടിടം തുറന്നുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനെതിരെയാണ് കോൺഗ്രസ് പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയത്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് മുമ്പിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. കെട്ടിടത്തിൽ സ്ഥാപിച്ച CPU ബാറ്ററിക്ക് തീപിടിച്ചാണ് അപകടമുണ്ടായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. അതേസമയം ഈ കെട്ടിടത്തിലെ 34 CPU ബാറ്ററികളും 3 വർഷം പഴക്കമുണ്ടെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തീ നിയന്ത്രിക്കുന്നതിനുള്ള ഫയർ ഡാമ്പർ പ്രവർത്തിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിട നിർമ്മാണത്തിൽ ആകെ 177 പിഴവുകളുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. 2023-ലും 2024-ലും പിഴവ് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മീഡിയ 1 കോഴിക്കോട്.